സിദ്ധു നീ എവിടെയാ? സൈറ്റിൽ റേഞ്ച് ഇല്ല എന്ന് എനിക്കറിയില്ലേ. നീ പറയ് എന്തു പറ്റി? സിദ്ധു എനിക്ക് അമ്മയുടെ സ്വഭാവം എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഏയ് അല്ല, നീ എന്തിനാ അവളെ പേടിക്കുന്നേ? സിദ്ധു, ആ ഫാദർ ബെനഡിക്ട് ഒരു പാരാസൈക്കോളജിസ്റ്റ്, പ്രേതങ്ങളെ പറ്റി അന്വേഷിക്കുന്നവരാ. അയാളെന്തിനാ അമ്മയെ പറ്റി അന്വേഷിക്കുന്നത്? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് സിദ്ധു. ചേച്ചി വെയിറ്റ്. ആർ യു ഓക്കേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എവിടെ? ഞാൻ വീട്ടിലാണ്. നിനക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റും? എനിക്കാണെങ്കിൽ പേടിയായിട്ട്. ഹലോ ജെസി. ആരാ ഫോണിൽ? ഹലോ. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കുറച്ച് ദിവസം സന്തോഷമായിട്ട് കഴിയാനല്ലേ? എന്നിട്ടിപ്പോ എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല, എന്നെ വേണ്ട. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നല്ലോ. നമ്മളുടെ ഇടയിൽ എന്തിനാ വേറൊരാൾ? നമുക്ക് നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ആരാ വന്നേ നോക്കട്ടെ. എന്താ? ജെസിയുടെ വീടല്ലേ ഇത്? ജെസിയുടെ വീടല്ല, എൻ്റെ വീടാ. ടീച്ചറെ, ടീച്ചർ, എന്തൊക്കെയാ ഫാദർ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യന് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ജെസി ലോകത്ത്. കാപ്പി കുടിക്കും.
അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം? ഫാദർ എന്തിനാണ് അവളെ ഫോളോ ചെയ്തത്? പ്രേതം, ആത്മാവ്, സ്പിരിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു എനർജിയാണ്. ശരീരം വിട്ട് പുറത്തു വന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ത്രാണിയില്ലാത്ത ഒരു ലോ ഫ്രീക്വൻസി എനർജി. പക്ഷേ അമ്മയുടെ ശരീരവും മനസ്സും ആ എനർജിയുടെ കൺട്രോളിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ചോദ്യം എന്നോടാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് മറുപടി. ഇഫ് യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ശാസ്ത്രത്തിൻ്റെ ഏത് തിയറിയിലും അതിനെ മറികടന്ന് പോകുന്ന ഒരു ഡാർക്ക് സോൺ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുമെന്ന് പറഞ്ഞ അപ്പോസ്തലൻ വന്ന നാടാണ്. ഐ വോണ്ട് ബ്ലെയിം യു. അമ്മയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടെന്ന് ഫാദറിന് എങ്ങനെ മനസ്സിലായി? ഐ കുഡ് സെൻസ് ഇറ്റ്. ഞങ്ങളുടെ കേസ് അന്വേഷണത്തിനിടയ്ക്കാണ് ഞാനത് ഉറപ്പിച്ചത്. സാക്ഷിയായ അമ്മയെ കൊല്ലാൻ പലതവണ അവർ ശ്രമിച്ചിട്ടും അത്ഭുതകരമായിട്ട് അവൾ രക്ഷപ്പെട്ടു. സംതിങ് ഇൻവിസിബിൾ വാസ് പ്രൊട്ടക്റ്റിംഗ് ഹെർ. അതായിരുന്നു ഈ അന്വേഷണത്തിലേക്കുള്ള ട്രിഗർ. അത് ഞാൻ കൺഫേം ചെയ്തത് അത് ആ സ്കൂളിൽ വെച്ചാണ്. ആരാ? അമ്മയോടല്ല ഞാൻ ചോദിച്ചത്. അമ്മയുടെ ശരീരത്തിലൂടെ നീ ആരാ? മരിച്ചിട്ട് ഇവിടെ തന്നെ തുടരുന്ന ഈ എനർജിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം, ഒരു ശരീരം. എല്ലാ ശരീരത്തിലേക്കും പ്രവേശിക്കാൻ ഈ എനർജിക്ക് സാധിക്കില്ല. മാനസികമായി അത്ര കരുത്തില്ലാത്ത, മെൻ്റലി വീക്കായിട്ടുള്ള ഏതെങ്കിലും ശരീരത്തിൽ മാത്രമേ ഈ എനർജിക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അമേയ അത്തരത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. നമ്മളറിയാത്ത എന്തോ ഒന്ന് അമേയുടെ ജന്മത്തിലുണ്ട്. ആരായിരിക്കും അമ്മയുടെ ഉള്ളിൽ? എലിസബത്ത്. അവരുടെ അപമൃത്യുവിന് സാക്ഷിയാണ് അമേയ. പറയാനോ പ്രവർത്തിക്കാനോ ബാക്കി വെച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എലിസബത്തിൻ്റെ ജീവിതത്തിൽ. ഇനിയിപ്പോ എന്താണ് ഫാദർ ഒരു സൊല്യൂഷൻ? Exorcism. Let us throw some light in the darkness.